ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലാണ് എന്നുള്ള മൈൻഡിൽ എത്തിയിരിക്കുകയാണ് ജാസ്മിൻ. ഗബ്രി ബാത്റൂമിൽ പോകാൻ വേണ്ടി ഒരു ബ്രഷുമായിട്ട് ബാത്റൂമിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് ജാസ്മിൻ ബാത്റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നത്. ഗബ്രിയെ കണ്ടപ്പോൾ തന്നെ മേത്തേക്ക് ചാടി വീണ് കെട്ടിപ്പിടിക്കുകയാണ്. കുറച്ച് എന്താ പറയാ, കൈവിട്ട് പോയോ എന്നുള്ള രീതിയിലുള്ള ഒരു കെട്ടിപ്പിടുത്തം. ഗബ്രി ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഗബ്രിയും തിരിച്ച് നല്ല രീതിയിൽ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു മൂലയിലിരുന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരും കാണാതെ. കിച്ചൺ ഏരിയയിൽ ജിൻഡോയും അർജുനും ബാക്കി ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. യമുനയാണെങ്കിൽ ടവലൊക്കെ കൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ ആ വഴി വന്നപ്പോഴാണ് ഇവരെല്ലാം മറന്ന് ഈ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. ശരിക്കും യമുന ഞെട്ടിപ്പോയി. യമുനയ്ക്ക് വേണമെങ്കിൽ ഒന്നും കാണാത്ത പോലെ നടന്നു പോകാം. പക്ഷെ യമുന കുറെ ഉപദേശിച്ചതാണ് ജാസ്മിനെ. നീ ഒരു നല്ല കുട്ടിയാണ്, നിനക്ക് പുറത്ത് നല്ലൊരു ഭാവിയുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ. അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ യമുനയ്ക്ക് മനസ്സിലായി കാണും. യമുന ജാസ്മിന്റെ പുറകിലിട്ട് എന്താണ് ഈ കാണിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഒരു തട്ടാണ്. അപ്പോഴും ആരാണ് തട്ടിയതെന്ന് പോലും ജാസ്മിൻ തിരിഞ്ഞു നോക്കുന്നില്ല. ആ കെട്ടിപ്പിടുത്തം വിടാനോ ആരാണ് എന്നെ തട്ടിയെന്ന് നോക്കാനോ തയ്യാറാവുന്നില്ല. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞിട്ട് ജാസ്മിൻ തിരിച്ചു നോക്കുമ്പോൾ യമുന ചേച്ചിയോ ഒരു പുച്ഛഭാവത്തോടെ ജാസ്മിൻ ഒരു ഉറക്കം തൂങ്ങിക്കൊണ്ട് നേരെ നടന്നു പോവാണ്. ഗബ്രിയും എന്തോ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്കും കയറി പോകുന്നുണ്ട്. എന്തൊക്കെയാണാവോ നടക്കുന്നത്.